പ്രധാനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കൂടിക്കാഴ്ച അവസാനിച്ചു. അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. വിനീത വി.ജി. വിവരങ്ങളുമായുണ്ട്. വിനീത, സ്വാഭാവികമായും വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് നിർണായക പ്രാധാന്യമുണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കപ്പെട്ടത് എന്ന വിവരങ്ങൾ വന്നിട്ടുണ്ടോ? ഈ കൂടിക്കാഴ്ചയുടെ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലെ വസതിയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന വസതിയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. 11:15 കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യം 11 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിലേറെ നീണ്ട ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഇതിനോടകം തന്നെ നിരവധി ആവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദേശീയപാത വികസനം, റെയിൽവേ, എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ. കേരളം നേരത്തെ തന്നെ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഈ കൂടിക്കാഴ്ച ഉന്നയിച്ചിട്ടുണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ വികസനം, ഒപ്പം തന്നെ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളുടെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടാകണം. ഈ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്നതിലുപരി കേരളവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വികസന കാര്യങ്ങൾ ഉൾപ്പെടെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് അരമണിക്കൂറിലേറെ ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് ആ കൂടിക്കാഴ്ച നടന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസായ സേവാതീർത്ഥത്തിലായിരുന്നു കൂടിക്കാഴ്ച എന്ന വിവരമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നാലെ ആ കൂടിക്കാഴ്ച സേവാതീർത്ഥത്തിലല്ല എന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെ കൂടിക്കാഴ്ചയ്ക്കായി സമയം അനുവദിക്കുകയുമാണ് ഉണ്ടായത്. പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ഈ വസതിയിലെത്തി. അവിടെ വെച്ചാണ് ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. കേരളത്തിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി ഉള്ളത് ഉച്ചയ്ക്ക് 2:30 ധനമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ ധനവകുപ്പ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി മുതൽ GST കൗൺസിൽ യോഗങ്ങളിലെല്ലാം മുഖ്യമന്ത്രി തന്നെയായിരിക്കും ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ യോഗങ്ങളിൽ പങ്കെടുക്കുക. സർക്കാരിനെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച കാര്യങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പിന്തുണ തുടങ്ങിയ നിർണായക വിഷയങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും അതിനുശേഷം ഇനി കേന്ദ്ര ധനമന്ത്രിയുമായി നടത്താൻ പോകുന്ന കൂടിക്കാഴ്ചയിലും ഒക്കെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉന്നയിക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.